ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റത്തെ സ്നോ കഴിഞ്ഞുള്ള അവസ്ഥയാണ് കേട്ടോ കാണുന്നത്. 2 ദിവസം മുന്നും കൂടെ ഇതിലൊക്കെ നിറച്ച് പൂക്കളായിരുന്നു. പൂവ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇതാ ഐസൊക്കെ ആയിട്ട് നമ്മൾ ഈ പടത്തിൽ കാണുന്ന മാതിരി ഐസൊക്കെ ആയിട്ടായി. ഇനിയിപ്പോൾ എല്ലാം നശിച്ചു പോവും. ഞാനാണെങ്കിൽ ചെമ്പരത്തീനെ എടുത്ത് വയ്ക്കാൻ മറന്നുപോയായിരുന്നു. ഇനിയിപ്പോൾ ഇതിന് ജീവനുണ്ടോയെന്ന് അറിയില്ല. അതാ നമ്മുടെ ടേബിളിലൊക്കെ ഇത്രയും കനത്തിലാണ് കേട്ടോ സ്നോ പെയ്തത്. പക്ഷെ ഇന്നിപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ മെൽറ്റായി തുടങ്ങും. നമ്മുടെ റോസാത്തോട്ടം ഇതാണ്. ഇതിലെല്ലാം ഇപ്പോഴും പൂവുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ പൂവുണ്ട്. പൂക്കൾ ഇപ്പോഴും ഉണ്ട്. പൂക്കളൊക്കെ നല്ല ഫ്രോസണായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇപ്പോൾ മെൽറ്റായി തുടങ്ങുന്നുണ്ട് മഞ്ഞ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇന്ന് രാത്രി വീണ്ടും മഞ്ഞുണ്ട്. ഇത്രയും നേരത്തെ മഞ്ഞ് പെയ്യുന്നത് കുറേ കാലമായിട്ട് അങ്ങനെ പെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് കാനഡ വന്നപ്പോൾ ചെയ്തായിരുന്നു 2013. പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇത്രയും നേരത്തെ മഞ്ഞ് പെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സീസൺ തന്നെ മിസ് ചെയ്ത പോലെയാണ്. കാരണം ഫോൾ സീസൺ ഉണ്ടായില്ല, ഇലകളൊക്കെ കളർ മാറി തുടങ്ങിയുള്ളൂ. പക്ഷെ അതൊന്നും പൊഴിഞ്ഞു വീണിട്ടില്ല. ഇത് നമ്മുടെ തക്കാളി തോട്ടമാണ് കേട്ടോ. ഈ തക്കാളികൾ ശരിക്കും ഇതിൻ്റെ അടിയിൽ ഇപ്പോഴും തക്കാളി ഉണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. ഇതാ ഇപ്പോഴും ഇതിൻ്റെ അടിയിൽ തക്കാളികളൊക്കെ ഉണ്ട്. മഞ്ഞ് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ കാണാൻ പറ്റും. കണ്ട, ഇതാ തക്കാളികളൊക്കെ ഇതിൻ്റെ അടിയിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ മുളക്, ഒരു തക്കാളി പഴുത്ത് കിടക്കുന്നുണ്ട്, അതിനെ നമുക്ക് പറിച്ചുകൊണ്ട് പോവാം. പഴുത്ത തക്കാളി. പിന്നെ എനിക്ക് തോന്നുന്നു മുളകുകൾ കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഒക്കെ ഇപ്പോൾ ഫ്രീസറിൽ വെച്ച അവസ്ഥയായി കാണാം. എന്താ മുളകൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്ന് മുളക് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സോഫ്റ്റായി പോകുന്ന ഒരു ടെക്സ്ചർ ഉണ്ടാവില്ലേ, അതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ മുളക്. അങ്ങനെ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിലത്തെ മഞ്ഞും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് പൊങ്ങും. പക്ഷെ അത് കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലെല്ലാം ടെമ്പറേച്ചർ ചൂടാണ്. അപ്പോൾ ഇതെല്ലാം പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.